പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ പകലിലും നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ നിരാശയെ ആക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി. എങ്കിലും ദൈവമായ കർത്താവ് ഈ പകലിൽ കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മെ സൂക്ഷിപ്പാൻ, കാക്കുവാൻ, പരിപാലിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഒരുക്കിയ മഹൽ ഭാഗത്തെ ഓർത്ത് സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം അമേൻ ഈ മീറ്റിംഗിലേക്ക് അരുളി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അമേൻ വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അമേൻ കൊടുങ്കാറ്റ് വീശുന്നുണ്ടാകാം, ആരുടെയെങ്കിലും കുടുംബത്തിൽ കണ്ണുനീർ ഒഴുകുന്നുണ്ടാകാം, ആരുടെയെങ്കിലും ഹൃദയം ഭയത്താൽ നിറഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നാം മനുഷ്യനെ കാണാനല്ല, ജീവനുള്ള യേശു ക്രിസ്തുവിനെ ആരാധിക്കാനാണ് ഹല്ലേലൂയ ആമേൻ നാം കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്താം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആ കരങ്ങൾ അടിച്ച് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആരാധനയും സ്തുതിയും സ്തോത്രവും ആമേൻ നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ എൻ ആശ്രയം നീയേ. ചേർന്ന് പാടാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ എന്നാശ്രയം നീയേ, കൊടുങ്കാറ്റിലും കൂടെയുണ്ട്, കൈവിടാതെ നടത്തിടുന്ന ജീവന്റെ നായകൻ നീയേ. ഭയമില്ല എനിക്കിനിയും, നീയുണ്ടെങ്കിൽ മതി എനിക്ക്. കണ്ണുനീർ നീ തുടച്ചിടും, പുതുജീവൻ നീ നൽകിയിടും. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറയണമേ. അഭിഷേകാഗ്നി പകരണമേ, എൻ ജീവിതം മാറ്റണമേ. യേശുവേ എൻ ആശയം നീയേ, കൊടുങ്കാറ്റിലും കൂടെയുണ്ട്, കൈവിടാതെ നടത്തിടുന്ന ജീവന്റെ നായകൻ നീനേ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. Glory to God, Jesus. Hallelujah.
നിറയണമേ അഭിഷേകാഗ്നി പകരണമേ എൻ ജീവിതം മാറ്റണമേ എൻ ജീവിതം മാറ്റണമേ യേശുവേ മഹത്വം നിനക്കേ സ്തുതികൾ എല്ലാം നിനക്കേ എൻ രാജാവേ എൻ കർത്താവേ എന്നും എന്നേക്കും ആരാധന. ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരാധനയിൽ നമ്മുടെ ആമേൻ ഹൃദയങ്ങളെ കർത്താവിൻ്റെ ആമേൻ സന്നിധിയിൽ ആമേൻ സമർപ്പിച്ച് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ ഇടപെടുവാൻ എത്ര പേർ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം. കൊടുങ്കാറ്റ് എത്ര ശക്തമായാലും അവൻ ദൈവത്തിന്റെ വാഗ്ദാനം അതിനേക്കാൾ ശക്തമാണ് പ്രിയരെ. ഹല്ലേലൂയ. ആമേൻ. അതേ, നമ്മുടെ ആമേൻ ഹൃദയങ്ങളെ തുറന്ന് ആമേൻ ഇന്ന് രാത്രി ആമേൻ വചനം നമുക്ക് ശ്രവിക്കാം, വചനം നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 3/8/2026 തിങ്കളാഴ്ച രാത്രി ആമേൻ 2026 ആമേൻ 215-ാമത്തെ ദിവസം. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വരും ദിനങ്ങളിൽ ആമേൻ ഈ സന്ദേശം ശ്രവിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഇന്ന് രാത്രി ആമേൻ എല്ലാ നിലകളിലും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് കൊടുങ്കാറ്റിന്റെ നടുവിലും ദൈവം നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും എന്നുള്ള സന്ദേശം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാ. ഹല്ലേലൂയ. പ്രിയരെ, അടുത്തിരിക്കുന്നവർ കരം കൊടുത്തൊന്ന് പറ, അവൻ കൊടുങ്കാറ്റിന്റെ നടുവിലും ദൈവം നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ആമേൻ. ഉറപ്പുള്ളവർ ഉറക്കെ പറ, കൊടുങ്കാറ്റിന്റെ നടുവിലും ദൈവം എന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും, ദൈവം നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് തൊടുങ്ങുന്നതിന് മുമ്പ് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ആമേൻ ചില സിഗ്നലുകൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ഹോസ്പിറ്റല് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നല്, ആമേൻ ഹമ്പ് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നല്,
ആമേൻ സ്കൂള് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നല്, ആമേൻ അതേ പള്ളിയോ ആമേൻ മറ്റ് ദേവാലയങ്ങളോ എത്തുന്നതിന് മുമ്പ് ഒരു ആമേൻ സിഗ്നല്, ഹോട്ടൽ എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നല്, പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നല്, അല്ലേ? ഹല്ലേലൂയ. ആമേൻ അതേ കൊടുങ്കാറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ് ആ പ്രാരംഭത്തിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. വായിച്ചാലും ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിയിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔക്കുദ്യോസ് പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസിയാക്കരെ പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പൽ കയറി നീക്കി. തെസ്സലോനിക്കയിൽ നിന്നും മക്കെദോന്യക്കാരനായ അരിസ്തോസ് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. ശ്രദ്ധിക്കണം ദൈവമക്കളെ, 27-ാം അധ്യായം നിങ്ങൾ സമയമെടുത്ത് വായിക്കുക. ആമേൻ. അതെ, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം ആമേൻ കടലിലെ ഒരു യാത്രയെക്കുറിച്ചുള്ള ചരിത്രം മാത്രമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത യാത്രയുടെ ആത്മീയ ചിത്രമാണ്. പൗലോസ് ഒരു തടവുകാരനായിരുന്നു, എന്നാൽ അവൻ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് നമ്മെ ഒരു വലിയ സത്യം ആമേൻ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവഹിതത്തിൽ ആയിരിക്കുന്നവർക്ക് കൊടുങ്കാറ്റുകൾ വരാം. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആയിരിക്കണം. ആമേൻ. ചിലർ കരുതും, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അതേ വിശ്വസ്തനാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ ആമേൻ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുന്നില്ല. യോസേഫിന്റെ ചരിത്രം നോക്കുമ്പോൾ ആമേൻ യോസേഫ് ദൈവത്തോടൊപ്പം ആമേൻ ഹല്ലേലൂയ അതേ നടന്നവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും ആമേൻ യോസേഫ് ജയിലിൽ പോയി, കാരാഗൃഹത്തിൽ പോയി. ദാനിയേൽ ദൈവത്തോടൊപ്പം ആയിരുന്നു, എങ്കിലും അവൻ സിംഹത്തിന്റെ കുഴിയിൽ അവൻ വീണു. ഹല്ലേലൂയ. പൗലോസ് ദൈവത്തോടൊപ്പമായിരുന്നു, എങ്കിലും കൊടുങ്കാറ്റിനെ നേരിട്ടു. അതുകൊണ്ട് പരീക്ഷണം വന്നാൽ ദൈവം നമ്മെ വിട്ടുപോയി എന്നൊരിക്കലും കരുതരുത്. സങ്കീർത്തനം 46:1 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഒന്നും കൂടെ അത് ശരിയായി പറഞ്ഞാൽ അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കഷ്ടങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല. ആ കഷ്ടത്തിനകത്തിറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിൽ ചിലർ വലിയ കൊടുങ്കാറ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൽ സാമ്പത്തികമായി സ്തോത്രം ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ്. ചിലരുടെ ശരീരത്തിൽ, ആരോഗ്യത്തിൽ, ശുശ്രൂഷയിൽ അവൻ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, അവൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇനി നോക്കാം. പൗലോസ് ആമേൻ ഒരു മുന്നറിയിപ്പ് നൽകി. ആമേൻ. ഈ യാത്ര അപകടകരമാണ്. ഹല്ലേലൂയ. പക്ഷേ ആമേൻ പൗലോസിന്റെ വാക്കുകൾക്ക്, അല്ലെങ്കിൽ ആമേൻ ആ ദൈവത്തിന്റെ ദാസന്റെ ശബ്ദത്തെക്കാൾ ആമേൻ പൗലോസിന്റെ കൂടെ ആയിരുന്നവർ മനുഷ്യരുടെ അഭിപ്രായം വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്നും ജീവിതത്തിൽ പലരും ഇതേ തെറ്റ് ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തെക്കാൾ ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നു.
അതിന്റെ ഫലം എന്താണെന്നറിയോ? കൊടുങ്കാറ്റാണ്. അതിനാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ തീരുമാനം ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കൃപ തരണമേ എന്ന്. എന്റെ സ്വന്തം ബുദ്ധിയല്ല, അങ്ങയുടെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആര് തയ്യാറാകും? ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. 27-ാം അധ്യായം അതിന്റെ 13 മുതൽ 20 വരെയുള്ള വേദഭാഗം ഹല്ലേലൂയ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 13-ാം വാക്യം 2-ാം ഭാഗം നാം ചിന്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്നും നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറവറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ. നോക്കണേ, കൊടുങ്കാറ്റ് വീശുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ന്റെ 13 മുതൽ 20 വരെ നിങ്ങൾ വായിക്കണം. ആമേൻ. പ്രിയ ദൈവമക്കളെ, അനുകൂലമായ ഒരു തെക്കൻ കാറ്റ് വീശിയപ്പോൾ കപ്പലുള്ളവർ വിചാരിച്ചു ഇനി യാത്ര എളുപ്പമാണ്. എന്നാൽ അധികം താമസിയാതെ ആമേൻ യൂറോക്ലിപ്റ്റോൻ എന്ന ഭയങ്കര കൊടുങ്കാറ്റ് വീശി. ഇവിടെ ഒരു വലിയ ആത്മീയ പാഠം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം നന്നായി പോകുന്നത് പോലെ തോന്നുന്ന സമയങ്ങളിലും പരീക്ഷണം വന്നേക്കാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:2 ഇപ്രകാരം നാം വായിക്കുന്നു: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്നെ മുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് പ്രിയരെ, കൊടുങ്കാറ്റ് വരില്ല എന്നല്ല, കൊടുങ്കാറ്റിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നതാണ്. ഇന്ന് രാത്രി നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ പ്രതികൂലത്തിൽ, നിന്റെ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ, അത് വിശ്വസിക്കുന്നവർ ഇനി കരവും അടിച്ച നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് മനുഷ്യന്റെ ബലഹീനത വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില പ്രതിസന്ധിയുടെ മുമ്പിൽ ആമേൻ നിന്റെ ബലഹീനതകൾ എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ന്റെ 18, 19 ആമേൻ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. 27-ന്റെ 18, 19 ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുമുണ്ട്. പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടു കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അരച്ചുകൊണ്ട് ഇരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ജീവിതത്തിലെ ഭാരം. ആമേൻ. ഇപ്പോ കപ്പലിനകത്ത് ഭാരമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. ജീവിത ഭാരം പേറി കഴിയുകയാ. ആമേൻ. ഹൃദയത്തിനകത്ത് ഭാരം, വീട്ടിനകത്ത് ഭാരം, ജോലി സ്ഥലത്ത് ഭാരം, ആമേൻ. വിദ്യാഭ്യാസത്തിൽ ഭാരം, കുടുംബജീവിതത്തിനകത്ത് ഭാരം. ഇവിടെ ഇതാ ആമേൻ കപ്പലിനകത്തെ ഭാരം കടലിലേക്ക് എറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകര് കുടുംബജീവിതത്തിനകത്ത് ഭാരമായി തോന്നുന്നതല്ല, എറിഞ്ഞുകൊണ്ടിരിക്കുക.
ഹല്ലേലൂയ. ആമേൻ. ചില അമ്മമാർക്ക് മക്കള് ഭാരമാണ്, അവരെ എറിയുന്നു. ഹല്ലേലൂയ. ചില ആമേൻ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ഭാരമാ, എറിയുന്നു. ഹല്ലേലൂയ. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് ഭാരമാ, എറിയുന്നു. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ. ഭാരം കടലിലേക്ക് എറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് കപ്പലിന്റെ ഉപകരണങ്ങളും കടലിലേക്ക് എറിഞ്ഞു. ആമേൻ. എന്തുകൊണ്ടാ? ആമേൻ. കാരണം ജീവൻ രക്ഷിക്കാനായിരുന്നു. ഹല്ലേലൂയ. ഇന്നും ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ എടുത്തു കളയാൻ അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരം. ആമേൻ. ഭാര്യയെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലുന്നതല്ല പ്രശ്നത്തിന് പരിഹാരം. ആമേൻ. ആമേൻ. ഡിവേഴ്സ് അല്ല പ്രശ്നത്തിന് പരിഹാരം. ഹല്ലേലൂയ. ആത്മഹത്യ അല്ല പ്രശ്നത്തിന് പരിഹാരം. ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ എടുത്തു കളയുവാൻ അനുവദിക്കും. ആമേൻ. അഹങ്കാരം. ഹല്ലേലൂയ. സ്വയപര്യാപ്തത. ആമേൻ. ചിലരുടെ ജീവിതത്തില് ഭാരത്തിന് കാരണം എന്താണെന്നറിയോ? അഹങ്കാരമാ. ആമേൻ. സ്വയപര്യാപ്തത എന്ന് പറഞ്ഞാൽ ആമേൻ, എന്നെ ആരും ഒന്നും പറയണ്ട, ആമേൻ, എനിക്കറിയാം, ആമേൻ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിക്കും, എന്നെ ആരും തിരുത്താൻ നോക്കണ്ട, ഞാൻ എന്ത് തീരുമാനിക്കും അത് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ആരെയും ആമേൻ കൂസാതുള്ള ജീവിതം. ലോകാസക്തി. ആമേൻ. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള ആസക്തി. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ബന്ധങ്ങൾ. ഇവയെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ആത്മീയ യാത്ര സുരക്ഷിതമാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക. ഹല്ലേലൂയ. പലർക്ക് സ്ഥിരതയില്ല. പല കുടുംബത്തിനകത്തെയും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് ആമേൻ സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ കണ്ണുനീരാ. ഇന്ന് നന്നായി സംസാരിച്ചാൽ നാളെ മോശമായി സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്ഥിരതയില്ല. പ്രത്യാശ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ. ഹല്ലേലൂയ. പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആമേൻ പറയുന്നു, രക്ഷപ്പെടാമെന്നുള്ള സകല പ്രത്യാശയും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ചിലരും ഇതേ അവസ്ഥയിലാണ്. എന്റെ കുടുംബം ഇനി രക്ഷപ്പെടില്ല, എന്റെ രോഗം മാറില്ല, എന്റെ മകൻ തിരികെ വരില്ല, എന്റെ ശുശ്രൂഷ അവസാനിച്ചു. പക്ഷേ മനുഷ്യരുടെ പ്രത്യാശ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, പ്രത്യാശയില്ലാതിരുന്നിട്ടും അവൻ പ്രത്യാശയോടെ വിശ്വസിച്ചു. ആരാ? അബ്രഹാം. വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രത്യാശയില്ലാതിരുന്നിട്ടും ആമേൻ. സാറയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു പുത്രോത്പാദനത്തിനുള്ള ശേഷി ഇല്ലാതിരുന്നിട്ടും അബ്രഹാം പ്രായാധിക്യത്തിലായിരുന്നിട്ടും ആമേൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആമേൻ. റോമ 4:18
പ്രത്യാശ ഇല്ലാതിരുന്നിട്ടും അവൻ പ്രത്യാശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ഒരു പ്രത്യാശയും ആമേൻ ഒരു പ്രതീക്ഷയും ആമേൻ അതേ വകയില്ലായിരിക്കാം. എന്നാൽ അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ഹല്ലേലൂയ പ്രത്യാശ ഇല്ലാതിരുന്നിട്ട് അവൻ പ്രത്യാശയോടെ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അത് മുഖാന്തരമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ആരും വിശ്വസിക്കോ ആമേൻ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല. നിന്റെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തിന് ഇനിയും പ്രത്യാശയുണ്ട്, നിന്റെ ശുശ്രൂഷയ്ക്ക് ഇനിയും ദൈവത്തിന്റെ സമയം ബാക്കിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാൽ ഇന്ന് രാത്രി പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ അവരുടെ ജീവിതത്തിൽ പ്രത്യാശ ആമേൻ ആമേൻ ഉണ്ടാകുവാനിടയാകത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള കർത്താവേ, കൊടുങ്കാറ്റിൽ തളർന്നിരിക്കുന്ന ഓരോ ഹൃദയത്തെയും ബലപ്പെടുത്തണമേ, ഭയത്തെ വിശ്വാസമായി മാറ്റണമേ. ആമേൻ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട പ്രത്യാശ വീണ്ടും നൽകണമേ. അങ്ങേ മാത്രം ആശ്രയിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശ അവസാനിച്ചെടുത്ത് ദൈവം സംസാരിക്കുന്നു. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. 27-ാം അധ്യായം അതിന്റെ 21 മുതൽ 26 വരെയുള്ള വേദഭാഗം വായിച്ചു. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും. നിങ്ങൾ വായിച്ചാ മതി. ഹല്ലേലൂയ. മനുഷ്യൻ നിശബ്ദനായപ്പോൾ ദൈവം സംസാരിച്ചെന്ന്. പ്രിയ ദൈവമക്കളെ, അനേക ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചില്ല, പ്രതീക്ഷയില്ല, ധൈര്യമില്ല, മുന്നോട്ടുള്ള വഴിയില്ല, ജീവൻ നഷ്ടപ്പെടുമെന്ന പ്രതീക്ഷ പോലും. ആമേൻ. ജീവൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതെ. എന്നാൽ അതേ സമയത്താണ് പൗലോസ് എഴുന്നേറ്റ് നിൽക്കുന്നത്. കൊടുങ്കാറ്റ് പൗലോസിനെ നിശബ്ദരാക്കിയില്ല. ഇന്ന് അനേകരെ കൊടുങ്കാറ്റും പേമാരിയും നിരാശരാക്കി നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവ പൈതലേ, വിളികെട്ടിറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, അവരിൽ ഒരാളായി ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കാതെ പൗലോസിനെ ശക്തീകരിച്ച, പൗലോസിനെ എഴുന്നേൽപ്പിച്ച അതേ ദൈവം ഇന്ന് രാത്രി നിന്നെയും ബലപ്പെടുത്തും, നിന്നെ എഴുന്നേൽപ്പിക്കും, നിന്നെ ശക്തീകരിക്കും. വിശ്വസിക്കുന്നവന്റെ മേൽ ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ആമേൻ മാരി പോലെ പെയ്തിറങ്ങി. ആമേൻ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പ്രതീക്ഷയില്ല, ധൈര്യമില്ല, മുന്നോട്ടുള്ള വഴിയില്ല. ആമേൻ. ജീവൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് പൗലോസ് ശക്തിയോടെ എഴുന്നേൽക്കുന്നത്, പൗലോസ് സംസാരിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കൊടുങ്കാറ്റ് പലരെയും മൗനമാക്കിയപ്പോൾ, നിശബ്ദമാക്കിയപ്പോൾ ആമേൻ പൗലോസിനെ ആമേൻ ആ കൊടുങ്കാറ്റ് നിശബ്ദനാക്കിയില്ലെന്ന് അതവന്റെ ഉള്ളിലെ ദൈവശക്തത്തെ കൂടുതൽ വ്യക്തമായി അതെ കേൾപ്പിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ആമേൻ, കൊടുങ്കാറ്റ് വന്നപ്പോൾ നീ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ഭയത്തിന്റെ ശബ്ദമോ, ലോകത്തിന്റെ ശബ്ദമോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമോ? ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, പൗലോസ് പറയുന്നു, ഞാൻ സേവിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി എന്റെ അടുക്കൽ വന്നിരുന്നു. ഹല്ലേലൂയ.
അപ്പോസ്തല പ്രവൃത്തി 27-23 വായിച്ചാണ്. ഹല്ലേലൂയ. എന്റെ ഉടയവനും ആ. ഞാൻ സേവിച്ചു വരുന്നതുമായ ആ. ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് ആ. പൗലോസെ ഭയപ്പെടരുത്. നോക്കിക്കേ, എത്ര മനോഹരമായ വാക്കുകളാണ്. അവൻ പറഞ്ഞില്ല ഞാൻ കേട്ട ദൈവം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ദൈവം. അവൻ പറഞ്ഞു ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയ ആമേൻ സഹോദരങ്ങളെ, നമുക്കും ആമേൻ ഒരു ആമേൻ സഭ മാത്രം പോരാ, ഒരു മതം മാത്രം പോരാ. യേശു ക്രിസ്തുവായുള്ള വ്യക്തിപരമായ ബന്ധമാണ് വേണ്ടത്. അതാണ് കൊടുങ്കാറ്റിൽ നമ്മെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ലോക്കൽ സഭയില് ആമേൻ അംഗമായത് കൊണ്ടായില്ലെന്ന്, ഏതെങ്കിലും സഭയ്ക്കകത്ത് ആമേൻ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ടായില്ലെന്ന്, ആമേൻ വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ആമേൻ വേണ്ടത്. അതാണ് കൊടുങ്കാറ്റിൽ നമ്മെ നിലനിർത്തുന്നത്. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടരുത്. ആമേൻ. ദൈവദൂതന്റെ ആദ്യ വാക്കെന്തായിരുന്നു? ഹല്ലേലൂയ. പൗലോസേ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ദൈവവചനങ്ങളിൽ ഒന്നാണിത്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ആമേൻ. പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ കേൾപ്പിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യോശുവ 1:9 ധൈര്യവും ബലവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്. ഇന്ന് കർത്താവ് ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, ഭയപ്പെടരുത്. നിന്റെ രോഗത്തെ കുറിച്ച് ഭയപ്പെടരുത്, നിന്റെ മക്കളെ കുറിച്ച് ഭയപ്പെടരുത്, നിന്റെ ഭാവിയെ കുറിച്ച് ഭയപ്പെടരുത്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഭയപ്പെടരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനം കൊടുങ്കാറ്റിനേക്കാൾ ശക്തമാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും ആമേൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ ആമേൻ 27-25 ആമേൻ വായിച്ചാട്ട്, വേഗത്തിൽ വായിച്ചാട്ട്. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ഇതാണ് വിശ്വാസം. കൊടുങ്കാറ്റിനെ നോക്കി സംസാരിക്കുന്നതല്ല, ദൈവത്തിന്റെ വാഗ്ദാനത്തെ നോക്കി സംസാരിക്കുന്നതാണ് വിശ്വാസം. ആമേൻ. ഇന്ന് നമുക്ക് പറയാം, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും, ഞങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും, ഞങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, കൊടുങ്കാറ്റ് നിന്നെ വീഴുകയില്ല. ആമേൻ. നിരാശ നിന്നെ കീഴടക്കുകയില്ല. ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിരാശ നിന്നെ കീഴടക്കുകയില്ല, കൊടുങ്കാറ്റ് നിന്നെ വിഴുങ്ങുകയില്ല. ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിരിക്കുന്നു. ഓ, അടഞ്ഞ വാതിലുകൾ തുറക്കും. തകർന്ന കുടുംബങ്ങൾ വീണ്ടും യോജിക്കും. കരഞ്ഞുകൊണ്ട് വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യും. ക്ഷീണിച്ച ശുശ്രൂഷകന്മാർ പുതിയ അഭിഷേകം പ്രാപിക്കും. ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു പുതിയ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കും.
വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പ്രതികരിച്ചോ. ഓ, അത് നിന്നിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഗ്രാമത്തിൽ നിന്ന്, നിന്റെ പട്ടണത്തിൽ നിന്ന്, നിന്റെ ദേശത്തിൽ നിന്ന് ആമേൻ എഴുന്നേൽപ്പിക്കൂ. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ട. എല്ലാ കണ്ണുകളും അടച്ചാട്ട. ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഭയത്തെ നീക്കി ധൈര്യം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വഴിയിൽ നടത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് പുതിയ അഭിഷേകം നൽകണമേ. ഈ തലമുറയിൽ അങ്ങയുടെ മഹത്വം വഹിക്കുന്നവരായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, രക്ഷയുടെ സമയം അടുത്തിരിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. 27-ാം അധ്യായം അതിന്റെ 27 മുതൽ 32 വരെയുള്ള വേദഭാഗം. ഹല്ലേലൂയ. 27-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ ആദ്രായ കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയം ഇട്ട് 20 മാറെന്ന് കണ്ട് കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ടു. പ്രിയ ദൈവമക്കളെ, 14 ദിവസമായി കൊടുങ്കാറ്റ് നിലച്ചില്ല. ആമേൻ. പകലില്ല, രാത്രിയില്ല, വിശ്രമമില്ല. എന്നാൽ ദൈവത്തിന്റെ സമയം അടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തോന്നാം. ഹല്ലേലൂയ. എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. അമ്മേ, എപ്പോൾ എന്റെ വിടുതൽ വരും? ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, നീ കരുതുന്നതിലും അടുത്താണ് നിന്റെ വിടുതൽ. ഹല്ലേലൂയ. ദൈവം അവസാന നിമിഷം വരെ പ്രവർത്തിക്കും. ആമേൻ. നാവികർ ആമേൻ കര അടുത്തതായി മനസ്സിലാക്കി. അവർ ആഴമളന്നു, വീണ്ടും അളന്നു. അതായത് ദൈവം അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 37-ന്റെ 23-24 ആമേൻ. മനുഷ്യന്റെ ആമേൻ കാലടികൾ യഹോവ ഉറപ്പിക്കുന്നു. അവൻ വീണാലും പൂർണ്ണമായി വീഴുകയില്ല. യഹോവ അവനെ കൈപിടിക്കുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴം അറിയുന്നു. നിങ്ങളുടെ കണ്ണുനീര് ആഴം അറിയുന്നു. നിങ്ങളുടെ മുറിവുകളുടെ ആഴം അറിയുന്നു. അവൻ നിങ്ങളെ സുരക്ഷിതമായി കരയിലെത്തിക്കും. ആമേൻ. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവിന്റെ തന്ത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ചില കാര്യങ്ങൾ. ചില നാവികർ രക്ഷപ്പെടാൻ രഹസ്യമായി ചെറുപടകിൽ ഇറങ്ങാൻ ശ്രമിച്ചു. പൗലോസ് അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇവർ കപ്പലിൽ തുടരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഇവിടെ ഒരു ആത്മീയ സത്യമുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ ചിലർ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, ചിലർ സഭ വിട്ടുപോകുന്നു, ചില ദൈവത്തിനുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നു. എന്നാൽ കൊടുങ്കാറ്റിന്റെ സമയത്ത് അവൻ ദൈവത്തെ വിട്ടില്ല, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:5 യേശു പറഞ്ഞത് ഇങ്ങനെയാ, എന്നെ വിട്ട് പിരിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതിനാൽ കർത്താവിനെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. അർത്ഥം വചനം മുറുകെ പിടിക്കും. പ്രാർത്ഥന
പ്രാർത്ഥന മുറുകെ പിടിക്കും. ആമേൻ. വിശ്വാസം മുറുകെ പിടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രിയ കുടുംബങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം. ആമേൻ. പക്ഷേ ആമേൻ അതെ, നിങ്ങളുടെ വിശ്വാസം കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. വിടുതൽ അടുത്തിരിക്കുമ്പോഴാണ് പലരും തളരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിതത്തില് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമാകുമ്പോൾ ആമേൻ ചിലര് തളർത്താൻ ചിലര് മുമ്പോട്ട് വരും, ക്ഷീണിപ്പിക്കും. ഈ രാത്രി കർത്താവ് പറയുന്നു, ഇനി അല്പസമയം കൂടി വിശ്വസിക്കൂ, ഇനി അല്പസമയം കൂടി വിശ്വസിക്കൂ. ദൈവദാസന്മാരെ, ഇത് ഉപേക്ഷിക്കാനുള്ള സമയമല്ല. ദൈവമക്കളെ, ഇത് ഉപേക്ഷിക്കാനുള്ള സമയമല്ല. ഇത് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇത് കൂടുതൽ വിശ്വസിക്കാനുള്ള സമയമാണ്. ഇത് കൂടുതൽ ആത്മനിറവിൽ നടക്കാനുള്ള സമയമാണ്. കാരണം ദൈവം നിങ്ങളെ പുതിയ തീരത്തേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പുതിയ തീരത്തേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു, തളർന്ന കൈകൾ വീണ്ടും ബലപ്പെടും, അടഞ്ഞ പ്രാർത്ഥന വീണ്ടും ജ്വലിക്കും, അടഞ്ഞ വാതിലുകൾ തുറക്കും. ആമേൻ. കൊടുങ്കാറ്റ് അവസാനിക്കും, ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറും. ഹല്ലേലൂയ. ഈ രാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ ഉദിക്കും. ഹല്ലേലൂയ. കണ്ണുകളെടുത്ത കർത്താവേ, കാത്തിരിക്കുന്നവർക്ക് ക്ഷമ നൽകണമേ, തളർന്നവർക്ക് ശക്തി നൽകണമേ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അവസാനം വരെ വിശ്വസ്തരായി നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യപ്പെടുവീൻ, ദൈവം നിങ്ങളെ കരയിലെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറ, ആമേൻ. ധൈര്യപ്പെടുവീൻ. ആമേൻ. ദൈവം നിങ്ങളെ കരയിലെത്തിക്കും, കരയിലെത്തിക്കും. ഹല്ലേലൂയ. 27-ാം അധ്യായം അതിന്റെ 33 മുതൽ 38 വരെയുള്ള വാക്യം. 33-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും കൂടെ ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, 14 ദിവസമായി അവർ ഭയത്തിലായിരുന്നു. ഭക്ഷണം കഴിച്ചില്ലെന്ന്, വിശ്രമമില്ലെന്ന്, പ്രത്യാശയില്ല. എന്നാ ആ സമയത്ത് പൗലോസ് എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു, ധൈര്യപ്പെടുവീ. 27:34 എത്ര മനോഹരമായ ആമേൻ വാക്ക. കൊടുങ്കാറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം ധൈര്യം നൽകുന്നു. ഹല്ലേലൂയ. കാരണം ധൈര്യമില്ലാത്ത വിശ്വാസം വഴിമധ്യേ തളരും. ഇന്ന് പലരും തളർന്നു പോകാൻ കാരണം എന്താ? ഒരു തലമുടി പോലും നഷ്ടമാകുകയില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തന്റെ തലയിൽ നിന്നും ഒരു തലമുടി പോലും നഷ്ടമാകുകയില്ല. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ ഉറപ്പല്ല, ദൈവത്തിന്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21:18 യേശു പറഞ്ഞു, നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു രോമം പോലും നശിക്കുകയില്ല. ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ ജീവിതം എന്റെ കൈകളിലാണ്, നിന്റെ കുടുംബം എന്റെ കൈകളിലാണ്, നിന്റെ മക്കൾ എന്റെ കൈകളിലാണ്, നിന്റെ ശുശ്രൂഷ എന്റെ കൈകളിലാണ്. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. 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 അപ്പോസ്തല പ്രവൃത്തികൾ ആമേൻ 27:35 ആമേൻ നന്ദി പറയുന്ന വിശ്വാസം ഹല്ലേലൂയ വെളിപ്പെടുകയാണ്. വായിച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. എല്ലാവരും കാണെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് തിന്നു തുടങ്ങിയെന്ന്. ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസ് അപ്പം എടുത്തു. ആമേൻ. എല്ലാവരുടെയും മുമ്പിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ശ്രദ്ധിച്ചേ, കൊടുങ്കാറ്റ് ഇനിയും അവസാനിച്ചിരുന്നില്ല. എന്നിട്ടും അവൻ നന്ദി പറഞ്ഞു. അതാണ് യഥാർത്ഥ വിശ്വാസം.
അത്ഭുതം കണ്ടിട്ട് നന്ദി പറയുന്നത് എളുപ്പമാണ്. അത്ഭുതം വരുന്നതിന് മുമ്പേ നന്ദി പറയുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് ആമേൻ, സകലത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. പ്രിയ കുടുംബങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സമാധാനം ഇല്ലായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോ സൗഖ്യമില്ലായിരിക്കാം. എന്നാൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. പരാതി പറയുന്നതിനേക്കാൾ ദൈവത്തെ സ്തുതിക്കുക. സ്തുതി ഉയരുന്ന വീട്ടിൽ പ്രത്യാശ ഉയരും. പ്രാർത്ഥന ഉയരുന്ന ആമേൻ വീട്ടിൽ ദൈവ സാന്നിധ്യം നിറയും. ഇന്ന് രാത്രി പരാതി പറയുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് സ്തോത്രം പറഞ്ഞു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്, ആരാധിച്ചു നോക്ക്. ഹല്ലേലൂയ. സ്തുതി ഉയരുന്ന വീട്ടിൽ പ്രത്യാശ ഉയരും. പ്രാർത്ഥന ഉയരുന്ന വീട്ടിൽ ദൈവ സാന്നിധ്യം നിറയും. ഹല്ലേലൂയ. രാത്രി ചില വീടുകളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം, എന്നാൽ നിങ്ങളുടെ സ്തുതി നഷ്ടപ്പെടുത്തരുത്. ദൈവമക്കളെ, നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ ക്ഷീണിച്ചിരിക്കാം, ആമേൻ, ആരാധന നഷ്ടപ്പെടുത്തരുത്. സാത്താൻ ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെയും സ്തുതിയെയുമാണ്. ഹല്ലേലൂയ. കാരണം സ്തുതിക്കുന്ന ഹൃദയത്തിൽ വിശ്വാസം മരിക്കുകയില്ല. സങ്കീർത്തനം 34:1, ഞാൻ എല്ലായ്പ്പോഴും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും, എന്റെ വായിലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ വീട്ടിൽ വീണ്ടും സ്തുതി ഉയരും. കണ്ണുനീർ സന്തോഷമായി മാറും, നിരാശ വിശ്വാസമായി മാറും, തകർന്ന ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കും. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചാൽ ഒരു നിമിഷം നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, കൊടുങ്കാറ്റിന്റെ നടുവിലും അങ്ങേ സ്തുതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭയത്തിന് പകരം ധൈര്യം നൽകണമേ. പരാതിക്ക് പകരം നന്ദിയുള്ള ഹൃദയം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ശുശ്രൂഷകളിലും അങ്ങയുടെ സമാധാനം നിറയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ആമേൻ. കപ്പൽ തകർന്നാലും ദൈവത്തിന്റെ വാഗ്ദാനം തകരുകയില്ല. ഒന്നടുത്തിരിക്കുന്നവരോട് കൈപിടിച്ചു പറ, കപ്പൽ തകർന്നാലോ ദൈവത്തിന്റെ വാഗ്ദാനം തകരുകയില്ല. 27-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വേദഭാഗമാണ്. ഹല്ലേലൂയ. 39-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിച്ചമായപ്പോ ഇന്ന് ഈ ദേശത്ത് എന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു. കഴിയും എങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു. പ്രിയ ദൈവമക്കളെ, കൊടുങ്കാറ്റ് അവസാനത്തിലേക്ക് എത്തി. കര കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ കരയ്ക്ക് തൊട്ടു മുമ്പാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടായത്. കപ്പൽ പാറയിൽ തട്ടി രണ്ടായി പിളർന്നു. ഇവിടെയാണ് ദൈവം നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലക്ഷ്യസ്ഥാനത്തോട് അടുത്തിരിക്കുമ്പോൾ പോലും പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അവസാന നിമിഷം വരെ വിശ്വാസം കൈവിടരുത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നന്മ ചെയ്യുന്നതിൽ തളരരുത്, തക്ക സമയത്ത് നാം കൊയ്യും തളരാതിരുന്ന. കപ്പൽ തകർന്നു,
ജീവൻ രക്ഷപ്പെട്ടു. കപ്പൽ രക്ഷിച്ചില്ല, ദൈവമാണ് രക്ഷിച്ചത്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. കപ്പൽ തകർന്നെന്ന് ജീവൻ രക്ഷപ്പെട്ട് കപ്പൽ രക്ഷിച്ചില്ല, ദൈവമാണ് രക്ഷിച്ചത്. ഹല്ലേലൂയ. ഓ, മരം പൊട്ടി വീണു, തിരമാലകൾ അടിച്ചു, എന്നാ ദൈവത്തിന്റെ വാഗ്ദാനം പൊട്ടിയില്ല. പൗലോസ് മുമ്പ് പറഞ്ഞിരുന്നു, ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27:25. ആമേൻ. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുക. ആമേൻ. ഇപ്പോൾ അത് അക്ഷരം പ്രതി നിറവേറി. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു പ്രിയ ദൈവമക്കളെ, പദ്ധതികൾ മാറിയേക്കാം, ജോലി മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കൊടുങ്കാറ്റിനെ പോലും തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. ഹല്ലേലൂയ. എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27:44 ഇങ്ങനെ അവസാനിക്കുന്നു: എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. വായിച്ചാണ്, വേഗത്തിൽ വായിച്ചാണ്. ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഗന്ധങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി. എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. അതെ, ഈ വചനം പ്രത്യാശയുടെ വചനമാണ്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന് ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇന്ന് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ തളർന്നിരിക്കാം, എന്നാൽ നിങ്ങൾ എത്തിച്ചേരൂ. കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്തിരിക്കാം, എന്നാൽ നിങ്ങൾ എത്തിച്ചേരൂ. പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ ദൈവം നിങ്ങളെ യഥാസ്ഥാനത്തെത്തിക്കാം. വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, യോസെഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, പൗലോസിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം ഭയപ്പെടുന്ന ഒരു തലമുറയല്ല. ശ്രദ്ധിച്ചേ, ഈ കാലഘട്ടത്തിൽ ദൈവം ഭയപ്പെടുന്ന ഒരു തലമുറയല്ല, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കും. ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഹിക്കുന്ന ദൈവ മക്കൾ ഉയർന്നു വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ പ്രതികരിച്ചു. ഹല്ലേലൂയ. വചനത്തെ സ്നേഹിക്കുന്ന ശുശ്രൂഷകന്മാർ ഉയർന്നു വരും. വിശുദ്ധിയിൽ നടക്കുന്ന യുവജനങ്ങൾ ഉയർന്നു വരും. പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ള കുടുംബങ്ങൾ ഉയർന്നു വരും. യേശു ക്രിസ്തുവിനെ ധൈര്യത്തോടെ സാക്ഷീകരിക്കുന്ന സഭ ഉയരും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ദിവസം വരെ അതിനെ പൂർത്തിയാക്കും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ നിന്റെ ജീവിതം പൂർത്തിയാകാതെ അവസാനിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ ദൈവം ആരംഭിച്ചതാ, ദൈവം തന്നെ പൂർത്തിയാക്കും. ഹല്ലേലൂയ. എത്ര പേർ ഈ വചനത്തിന് മുമ്പാകെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ,
കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. ക്ഷീണിച്ചവർക്ക് പുതുശക്തി നൽകണം. തകർന്ന കുടുംബങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ശുശ്രൂഷകന്മാർക്ക് പുതിയ അഭിഷേകം നൽകണമേ. ഈ തലമുറയിൽ അങ്ങയുടെ മഹത്വം വഹിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമായി മാറട്ടെ. ഞങ്ങളുടെ അവസാന വാക്ക് കൊടുങ്കാറ്റല്ല, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അക്കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഇന്ന് രാത്രി ആ തലകളെ വണക്കിയാണ്. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയതിനായി നന്ദി. കർത്താവേ, അപ്പോസ്തലനായ പൗലോസിനെ കൊടുങ്കാറ്റിന്റെ നടുവിൽ കൈവിടാതിരുന്ന അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും മകളെയും ഓരോ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നവരുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സമാധാനം നിറയട്ടെ. ഭയത്തോടെ കഴിയുന്നവർക്ക് ധൈര്യം നൽകണമേ. നിരാശരായവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യഹസ്തം നീളട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഉദര സംബന്ധമായ രോഗങ്ങളും എല്ലാ ശാരീരിക ബലഹീനതകളും ഫുഡ് ഇൻഫെക്ഷനുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹീതമായ അവസരങ്ങൾ നൽകണമേ. കടഭാരത്തിൽ കഴിയുന്നവർക്ക് വിടുതൽ നൽകണമേ. കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പിണക്കങ്ങളും അകൽച്ചകളും മാറട്ടെ. ഭർത്താവും ഭാര്യയും വീണ്ടും സ്നേഹത്തിൽ ഒന്നാകട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീർ സന്തോഷമായി മാറട്ടെ. വഴിതെറ്റിപ്പോയ മക്കൾ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവേ, ശുശ്രൂഷകന്മാരെ പുതിയ അഭിഷേകത്തോടെ നിറയ്ക്കണമേ. ക്ഷീണിച്ച കൈകളെ ബലപ്പെടുത്തണമേ. തകർന്ന ഹൃദയങ്ങളെ പുതുക്കണമേ. ഈ തലമുറയിൽ വിശുദ്ധിയിൽ നടക്കുന്ന യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് സുവിശേഷം വഹിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഉയർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതങ്ങളിൽ വീണ്ടും ജ്വലിക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങളിൽ വർദ്ധിക്കട്ടെ. വചനത്തോടുള്ള വിശപ്പും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും ദിവസേന വർദ്ധിക്കട്ടെ. ഈ രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ കൊടുങ്കാറ്റിനേക്കാൾ ഞങ്ങളുടെ ദൈവം വലിയവനാണ്. ഞങ്ങളുടെ പ്രശ്നത്തേക്കാൾ യേശു ക്രിസ്തുവിന്റെ ശക്തി വലിയതാണ്. ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഞങ്ങൾ പിന്നോട്ടല്ല, ഞങ്ങൾ യേശുവിനെ അനുഗമിക്കും. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട വചനം ഫലം കായ്ക്കട്ടെ. എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും യേശു കർത്താവിന് മാത്രം. താഴ്മയാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. മറാനാഥ, എബെനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ഈ രാത്രി എല്ലാവർക്കും സുഖകരമായ നിദ്ര ദൈവം ദാനമായി നൽകട്ടെ. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ആമേൻ. ഈ രാത്രി ദൈവം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ആമേൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ആമേൻ ദൃഢമാക്കി, ആമേൻ, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു അഭിപ്രായം ഞങ്ങളുമായി പങ്കുവെക്കുവാനുണ്ടെങ്കിൽ ആമേൻ ഞങ്ങളുടെ ആമേൻ അറിയിക്കുക. ആമേൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം സമൃദ്ധിയായി എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. God bless you. See you again. യേശുവേ ആശ്രയം നീയേ, കൊടുങ്കാറ്റിലും കൂടെ ഉണ്ട്, കൈവിടാതെ നടത്തിടുന്ന ജീവന്റെ നായകൻ നീയേ. ഭയമില്ല എനിക്കിനിയും, നീയുണ്ടെങ്കിൽ മതി എനിക്കായി. കണ്ണുനീർ നീ തുടച്ചിടും, പുതുജീവൻ നീ നൽകിയിടും. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറയണമേ. അഭിഷേകാഗ്നി പകരണമേ, എൻ ജീവിതം മാറ്റണമേ. യേശുവേ മഹത്വം നിനക്കേ, സ്തുതികളെല്ലാം നിനക്കേ. എൻ രാജാവേ, എൻ കർത്താവേ, എന്നും എന്നേക്കും ആരാധന. ഭയമില്ല എനിക്കിനിയും, നീയുണ്ടെങ്കിൽ മതി എനിക്കായി. കണ്ണുനീർ നീ തുടച്ചിടും, പുതുജീവൻ നീ നൽകിയിടും. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറയണമേ. അഭിഷേകാഗ്നി പകരണമേ, എൻ ജീവിതം മാറ്റണമേ. യേശുവേ യേശുവേ യേശുവേ.